21 കൊല്ലം ജീവിച്ചവരോടെ. എന്നിട്ട് ഇപ്പൊ ജീവിക്കുന്നില്ല, കാണാൻ തോന്നുന്നില്ല. ഉണ്ടോ? ഉണ്ട്. അപ്പൊ കാണാൻ തോന്നുന്നില്ല. ഉമ്മച്ചി കാണാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഈ രണ്ട് ടേംസ് വെച്ചോണ്ട് ഇത് ഞാനല്ല. 21 കൊല്ലം നിങ്ങൾ അവരോട് ജീവിച്ചപ്പോഴേ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? പറ. ഒരു കുഴപ്പമില്ല. അപ്പൊ 21 കൊല്ലം അവരുടെ വീട്ടിലല്ലേ താമസിച്ചത്? വേറെ എവിടെയെങ്കിലും ആണോ പഠിച്ചത്? അല്ലാടുള്ള ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു നിങ്ങൾ ഇത്രയും പേര്? എത്ര സഹോദരങ്ങള്? ഒരാൾ എനിക്ക് താഴെ. അനിയത്തിയാ? അവക്ക് താഴെ 3 പേര്, 2 അനിയത്തിമാര്, ഒരു ചെറിയ അനിയനും. അയ്യോടാ. അപ്പോഴേ ഞാൻ ചോദിക്കുന്നത്, പ്രശ്നമുണ്ട് ചോദിച്ചത്, ഡൗട്ട് കൊണ്ട് ചോദിക്കുന്നതാണ്. നീ ചോദിച്ചോ? ഞാനായിരിക്കണമെന്നില്ലല്ലോ നിങ്ങളുടേത്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ 21 കൊല്ലം വേണ്ട. ഇല്ല, നീ ചോദിച്ചോ. എനിക്ക് കുഴപ്പമില്ല നീ ചോദിക്കുന്നതിന്. പിന്നെന്താ? വേണ്ട, നീ ചോദിക്കും. എന്റെ പൊന്നു. നീ ചോദിക്കുന്ന നീ മിണ്ടാതിരിക്കും. നൂറല്ലല്ലോ റേന. ഈ 21 കൊല്ലം അച്ഛനമ്മോട് ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ പോയത്? പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചുമ്മാ കലവല സംസാരിക്കുമല്ലേ? പോയി കഴിഞ്ഞ ഫ്ലാറ്റിലേക്ക് ഒന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് വീട്ടിൽ പോയാൽ ഒന്നും വേണ്ട. അപ്പൊ എന്താ ചെയ്യണ്ടെന്ന് പറയുമ്പോ? അപ്പൊ നീ എന്താ ചെയ്യണ്ടോ? ഫ്ലാറ്റിൽ അങ്ങനെ ചേച്ചി വെക്കാൻ മലയാളി ബിഗ് ബോസ് മലയാളി വെക്കരുത്, വേറെ ലാംഗ്വേജ് ഉള്ള ആരെങ്കിലും വെക്കണം. വിശ്വസിച്ച് അങ്ങനെ നിർത്താനാ? ആര് വിശ്വസിച്ച്? ചേച്ചി അതൊക്കെ ഇഷ്ടംപടി കിട്ടും. അങ്ങനെ വെക്കാവും. അപ്പൊ നമ്മൾ സംസാരിക്കുന്നതും അവർക്കും മനസ്സിലാവത്തില്ല, അവർ സംസാരിക്കുന്നത് നമുക്കും മനസ്സിലാവും. അപ്പൊ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനെ കുറച്ചെങ്കിലും അങ്ങനെ അറിയണം. അടി ഉണ്ടാക്കുന്നത്. അപ്പൊ അവരിങ്ങനെ ആലോചിക്കുക എന്നാൽ അവരുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയായിരിക്കണം. നിങ്ങളുടെ ലാംഗ്വേജ് ചെറുതായിട്ടൊക്കെ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നില്ലേ, എല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ഇതിന് പുള്ളിക്കാരി ഇപ്പൊ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണ ചെവി എന്റെ അവിടെ ഇരിക്കും. എന്നിട്ട് ചോദിക്കും, വീഡിയോ കോൾ ചെയ്ത് ആരുടെയും ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ പറയുമ്പോ ആരുടെ ബർത്ത്ഡേ? അപ്പൊ തന്നെ ഞാനോളും ചെവി ഇവിടെ. പുള്ളിക്കാരിക്ക് ഞാനോളും കപ്പിളാന്ന് അറിഞ്ഞൂടായിരുന്നു. ഫോട്ടോ ഉണ്ടായിരുന്നു വീട്ടില്, മാരേജ് ഫോട്ടോഷൂട്ടിന്റെ. ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചപ്പോ പുള്ളിക്കാരി അടിച്ചു വരുമ്പോ ഇങ്ങനെ നോക്കി, നിങ്ങൾ ഫോട്ടോ കൊടുക്കലുണ്ടോ ചോദിച്ചു. ഞാനോളും വിചാരിച്ചത് അറിയാണെങ്കിൽ അറിയാം, നമ്മള് പോയിട്ട് അറിയാം, നമ്മള് ജോലിക്കുണ്ടോ, നമ്മുടെ ഹിസ്റ്ററി പറയാനതൊന്നും അല്ല. കാര്യം നടന്നത് നമ്മൾ പൈസ കൊടുക്കുന്നവര് ജോലി എടുക്കുന്നത്. ചേച്ചി അനാവശ്യ കാര്യങ്ങൾക്കൊന്നും ഇടപെടരുത്. ചേച്ചിയുടെ ജോലി വന്ന് ചെയ്തിട്ട് പോവാ അങ്ങനെ പറഞ്ഞു. നീ പറയണില്ലേ? ഞാൻ പറഞ്ഞത് വേറെ പോലെയാ വരിക. എന്നുവെച്ചാ എനിക്ക് വായിന്ന് വന്ന് എനിക്ക് വന്നു പോവും. ചീത്ത പറയല്ല, പറയുന്ന ആൾക്കാർക്ക് അത് ബാഡായിട്ട് വിഷമമാവും. നീ പറയുന്ന തന്നെ എനിക്ക് ഞാൻ പറയാം, പക്ഷെ എന്റെ അത് മാറും. ചേച്ചി അല്ല, വഴക്കുണ്ടാക്കും. വഴക്കുണ്ട അതൊന്നും അല്ല പുള്ളിക്കാരി. എന്നിട്ട് ഞാൻ ചോദിച്ചു ഫോട്ടോ. അപ്പൊ ഫോട്ടോ എടുക്കുക ചേച്ചി. പിന്നെ നമ്മൾ നമ്മുടെ കാര്യത്തിന് പോയല്ലോ, ഓരോ തിരക്കിനോ അങ്ങനെ സംസാരിക്കാൻ നിൽക്കില്ല. ഫുഡ് വരും കഴിക്കും, അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്കേ ഉള്ളൂ. അങ്ങനെ സംസാരിച്ച ഒരു ദിവസം പുള്ളിക്കാരി മാരേജിന്റെ വേറെ ഇരിക്കണം. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടോ? അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു അത് ഫോട്ടോഷൂട്ടാണ്, ചേച്ചിനെ കല്യാണത്തിന് വിളിക്കാട്ടാന്ന് പറഞ്ഞു. ആരുടെ എന്താന്നൊന്നും പറഞ്ഞില്ല. അവിടെ ഇവിടെ തൊടാണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു നീ വേറൊരാളെ? അല്ലല്ല, ഞാനും അവളും കൂടെ ഇരിക്കണ ഫോട്ടോ വേറൊരു ദിവസം കണ്ടിട്ട് പിന്നെ ചോദിക്കുക പുള്ളിക്കാരി, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഇവിടെ കാരണം എനിക്ക് ആ ടോക്കിലോട്ട് പോകാൻ താല്പര്യമില്ല. നമ്മളവരെ കൊണ്ടുവന്ന കാര്യത്തിന് നമ്മളെല്ലാവരും ഒരു പൊസിഷനിൽ നിർത്തുമല്ല. നേരത്തെ പുള്ളിക്കാരി ഒരു സെർവന്റ് അങ്ങനെയല്ല, വന്ന പരിപാടി അങ്ങനെ മിക്കവാറ് നമ്മളെ കാര്യങ്ങള് ഷെയർ ചെയ്യേണ്ട. വന്ന പരിപാടി ഇതാണ്, പാടും. ഒന്നാമത് നമുക്കൊരു പ്രൈവസി ഇല്ലേ? പാട്ട് പാടും, പാടി നടക്കും, പറഞ്ഞോണ്ട് നടക്കും. മേളത്തെ ഫ്ലാറ്റിൽ 2 ഡിവോഴ്സായി. അപ്പൊ ചേച്ചി ഇങ്ങനെ പോയി ചോദിച്ചു, ഇങ്ങനെ നമ്മൾ ചോദിക്കുക ഭയങ്കര എന്താ മസാല എന്തായാലും പറയണേ. വീട്ടിലെ ആള് ഡിവോഴ്സ് ആയി എന്നാ തോന്നുന്നു. എന്തായാലും ഈ ലോകത്തിന്റെ മറ്റത് ഇന്നലെ പറഞ്ഞത്, അതായത് ഈ റിയാക്ട് ചെയ്യുന്നില്ലേ, പരദൂഷണല്ലേ? അതിനെ പരദൂഷണം എന്ന് പറയണ, അതും പരദൂഷണോ? ഒച്ച എന്നിട്ട് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് എന്തേലും വേറെ ചോദിച്ചറിഞ്ഞോ നിങ്ങള്? വിറ്റ് പുള്ളിക്കാരി 2 മാസമായി വരാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ പാടുള്ള നിന്നെ കണ്ട് എന്തായാലും റിയാക്ഷൻ ചെയ്യണ ആൾക്കാർ നിന്നെ കൊല്ലുപ്പാ. എനിക്ക് എടുത്താടി അവളടിക്കാൻ നീ വേറെ. എന്നിട്ട് ചേച്ചിക്ക് അറിഞ്ഞൂടാന്ന് ഞാനിവിടെ വിചാരിച്ചു. എന്നിട്ട് പാക്ക് ചെയ്യണ കണ്ടപ്പോ ചേച്ചി പറഞ്ഞേണ് പാക്ക് ചെയ്യണ ചേച്ചിന് കുറച്ചൊരു ഞങ്ങള് ജോലിക്ക് പോണേണ്, 2-3 മാസത്തേക്ക് ചേച്ചി വരണ്ട, ഞങ്ങള് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ചോദിക്കണേ നിങ്ങളും എനിക്ക് 7ന്റെ പണി തന്നല്ലേന്ന്. കൗണ്ടർ ഇല്ല, പുള്ളിക്കാരിക്ക് വേറൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ അവര് പുറത്തോട്ട് പോയി.
അമേരിക്കയിൽ പോയി. അതിന്റെ ഇതിൽ ഓൾറെഡി പണി കിട്ടിയിരിക്കണേ 7ന്റെ പണിന്ന് പറഞ്ഞപ്പോ ഞാനുള്ള അന്തം വിട്ടുപോയി. നമ്മുടെ ടാഗ് ലൈൻ 8ന്റെ പണിന്നല്ല പറയാ, 7ന്റെ പണിന്ന് ഞാനുള്ള അന്തം വിട്ടുപോയി. ഇങ്ങനെ നമ്മൾ അറിഞ്ഞൂടാ. ആ ശരി, 8ന്റെ പണി എന്നല്ലേ പറയാറ്. ചിലര് ഇങ്ങനെ സ്ഥാനത്ത് ഒരു പറയുമ്പോ കറക്റ്റ് ആവുമല്ലോ അങ്ങനെ. എന്നിട്ട് പാക്കിംഗ് ഒക്കെ കണ്ടിട്ട് പുള്ളിക്കാരി ചോദിക്കും ഡ്രസ്സൊക്കെ വാങ്ങിയത് പോവാനാണല്ലേ, അപ്പോ നമ്മൾ കവറൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഡംപ് ചെയ്യുമല്ലോ. അതൊന്നും പറഞ്ഞില്ലേ? എവിടെ പോണെന്നൊന്നും പറഞ്ഞില്ല. TV ഓൺ ചെയ്യുമ്പോ നിങ്ങള് ഇപ്പൊ അറിയാ. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞാണ് വേറൊരു വീട്ടില് അതാര് വേറെ പുള്ളിക്കാരി. അതാര് എന്റെ തൊള്ള എന്നെ വെച്ച് തുടങ്ങുന്ന എന്ന് ഡീ വെച്ച് തുടങ്ങണ ഡാഡി എല്ലാത്തിനും എപ്പോഴും വരുന്ന. അയ്യോ ആണ്. എന്നിട്ട് അപ്പൊ പുള്ളിക്കാരി എന്തിനാ വന്നേ? വെറുതെ വർത്താനം പറയാൻ. എവിടെ? കൊച്ചിക്കാ? നിങ്ങളെ കമ്പനിയാ? അറിയും. എന്നിട്ട് പുള്ളിക്കാരി എന്നിട്ട് നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ പുള്ളിക്കാരി അങ്ങനെ വരാൻ ചാൻസ് ഒന്നുമില്ല. ഞാൻ ചേച്ചി വേണമെങ്കിൽ ഒന്നുകൂടെ നോക്കാം എവിടെയെങ്കിലും പിന്നെ പുള്ളിക്കാരി അത് സെർച്ച് ചെയ്ത് പോയി അടുത്ത ദിവസം വന്നിട്ട് പറഞ്ഞാണ് എനിക്കറിയാം നിങ്ങളൊക്കെ ആരാന്ന്. നല്ലയിലുണ്ടോന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ ചേച്ചി ആരാ ചേച്ചി, ഞാനുള്ളൂ ആരാന്നറിയോ ചേച്ചി. അപ്പൊ അറിയാന്ന് പറഞ്ഞ എന്തോ ഒരു ഇത് അവരുടെ ലാംഗ്വേജിൽ പറഞ്ഞു, മലയാളത്തില് അവിടെ ഇവിടെ തൊടാതാ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ എന്തോ വീഡിയോ കണ്ടു പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നില്ല എന്ന് പുള്ളിക്കാരി. ഞാൻ പറഞ്ഞു എന്താ ചേച്ചി ഉമ്മ കൊടുക്കണ വീഡിയോ ആണോ കണ്ടേന്ന്. അപ്പൊ ചേച്ചി അപ്പൊ അതൊന്നും അല്ല, അങ്ങനെ ഒരു നാണമൊക്കെ വന്നിട്ട് അങ്ങനെ പുള്ളിക്കാരി ഞങ്ങളാർന്ന് വണ്ടികള്. പുള്ളിക്കാരിക്ക് ഞങ്ങൾ ഇത്ര നാളറിയായിരുന്നു. അത് ആ പോയിന്റ് വന്നപ്പോഴാണ് ഞങ്ങൾ ചേച്ചിക്ക് 60. അത്രയുണ്ടാ? പാവം പ്രായ ഒരാളെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്ന എന്ത് പോടുന്നു. കുക്കിങ്ങുള്ളൂ, ക്ലീനിങ് ആ ചേച്ചി മര്യാദക്ക് ചെയ്യലില്ല. ക്ലീനിങ്ങിന് ഇല്ല ചേച്ചി ജസ്റ്റ് തൂത്തിടും. അങ്ങനെ മെസ്സാക്കൂല. 60 വയസ്സുണ്ടല്ലേ? അയ്യോ അണ്ണാൻ എവിടെ അണ്ണായി? ഉള്ളിലിത് അണ്ണാൻ കടിച്ചാ തീർന്നു. അയ്യോ ശരിയാ. അയ്യോ അതെങ്ങനെ പോവാ? അത് പേടിച്ച് പോയാ? ചെറിയ അതത്രേ ഉള്ളൂ. നമ്മളെവിടെയായിരുന്നു? അപ്പൊ നിങ്ങൾ ആ ചേച്ചി പറഞ്ഞില്ലേ? പറഞ്ഞ ചേച്ചിനോട് ചേച്ചി പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞിട്ടാവാന്നാ. അനുഗ്രഹം മേടിച്ചാ? അനുഗ്രഹം എനിക്ക് ഇങ്ങനത്തെ ഇതല്ല. അതൊന്നും മേടിച്ചില്ലേ? ഇല്ല, പറഞ്ഞ ചേച്ചി പ്രാർത്ഥിക്കിട്ടാ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പോയി. കാലൊക്കെ തൊട്ട് തൊഴായിരുന്നു. ഒരു കൂലേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനത്തെ ഇതില്ല. എനിക്ക് എന്തോ പോലെ നമ്മൾ ചെയ്യാത്ത ചെയ്യുമ്പോ. അല്ല, പ്രായത്തിൽ കൂടുതൽ ആൾക്കാര് അനുഗ്രഹം മേടിച്ചാൽ നമുക്ക് നല്ലത് കിട്ടും. നീ വാങ്ങിച്ചാലോ? ഞാൻ ഇവിടെ പറഞ്ഞതിന് മുന്നേ ഞാൻ എന്റെ അമ്മൂമ്മ, അപ്പൂപ്പൻ, അച്ഛമ്മ, അപ്പച്ചിമാര് എന്റെ ഫാമിലി ഉള്ളതാട്ടാ, പുറത്തല്ല. പിന്നെ പറയാതെ കുറെ പേരില്ലേ, ഞാൻ പറയത്തില്ല പുറത്ത്. ഇങ്ങനെ അനുഗ്രഹം മേടിക്കും. അനുഗ്രഹം മേടിക്കും. ചുമ്മെങ്കിലും ഇങ്ങനെ താന്നിട്ട് ഞാൻ പോയിട്ട് വരാട്ടാ. ശരി, അടുത്ത മാസം വരാട്ടാ. ഇനിയിപ്പോ നാളെ വരാട്ടാ എന്ന് പറയുള്ളൂ. പറഞ്ഞിട്ടില്ല ഇതുവരെ അടുത്തു. അങ്ങനെ നമ്മളെ സർക്കിളിലുള്ള നമ്മുടെ ഫാമിലിയിലോട്ട് മാത്രം പറഞ്ഞു പിന്നെ പോവാന്ന്. അപ്പൊ അവരുടെ ഒരു അനുഗ്രഹം കിട്ടുമ്പോ ഉണ്ടല്ലോ ഒരു സമാധാനം. അത് ഞാൻ എന്ത് കാര്യം ചെയ്താലും അങ്ങനെ ചെയ്യോ. ഇത് ബാക്ക്ഗ്രൗണ്ട് മുസ്ലിംസിന്റെ ഇല്ലേ, അങ്ങനെ ഇതില്ല. സലാം പറഞ്ഞിങ്ങനെ ശീലമില്ല കേട്ടോ. അതുകൊണ്ട് ഉണ്ട് കെട്ടിപ്പിടിക്കും, ഉമ്മയും കൊടുത്തിട്ട് പോയി. വേറൊരു ആളുണ്ട് തമിഴ്നാട്. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അവളിങ്ങനെ കോണ്ടാക്ട് ചെയ്തത്. ഇൻസ്റ്റ കുറെ പേര് ഞങ്ങൾ കം ഔട്ട് ചെയ്ത സമയത്ത് കുറെ പേര് കോണ്ടാക്ട് ചെയ്തിട്ട് ഇൻസ്റ്റയിലൊക്കെ വെറുതെ. ചിലര് കമ്മ്യൂണിറ്റി എന്നുള്ളതായിരിക്കും, കം ഔട്ട് ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനെ കമ്പനി ഓടൂലേ അങ്ങനെ. അപ്പൊ എനിക്ക് നമ്മൾ ഇറങ്ങിയ സമയത്ത് ആ പ്രഷറിൽ ഇതൊന്നും പറ്റൂല. അല്ലാതെ നമ്മൾ എന്തോരം പേരോട് അങ്ങനെ ഓൺലൈനിൽ മിണ്ട. എനിക്ക് ഓൺലൈൻ ഫ്രണ്ട്ഷിപ്സ് എനിക്ക് താല്പര്യമില്ലാത്ത, നമുക്കും താല്പര്യമില്ല. നമ്മളൊരാളെ ഇങ്ങനെ നമ്മൾ അറിയുന്ന പോലെ അല്ല അത്. അപ്പൊ അങ്ങനെ കുറെ പേര് വന്ന് വിളിക്കാം. അവള് ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡൊക്കെ അയച്ചു തന്നേക്കണം.